ഇത് ആഘോഷങ്ങളുടെ ഒരു ഭാഗമാണ്. ഇതെൻ്റെ മകള് ലക്ഷ്മി, ഇതെൻ്റെ അനിയത്തിയുടെ കുട്ടിയാണ്. പിന്നെ ഞങ്ങൾ തുത്തനാന്ന് വിളിക്കും. ഇല്ലടാ തുത്തനാന്ന് വിളിക്കും അല്ലേ? ഇതെൻ്റെ വൈഫ് നിമ്മി. വിഷുവിൻ്റെ ആഘോഷത്തിൻ്റെ തിരക്കിലാണ്. പിന്നെ നിമ്മിയുമൊത്ത് എൻ്റെ മോളുമൊത്ത് ഒരുമിച്ച് വളരെ അപൂർവ ചില സമയങ്ങളാണ് എനിക്ക് കിട്ടാറുള്ളൂ. പിന്നെ മിക്കവാറും എറണാകുളം, പാലക്കാട് അല്ലെങ്കിൽ ഒരു കോട്ടയം വരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ദിവസം വരും. പിന്നെ നിമ്മിക്കാണ് പറയാനുള്ളത്. നിമ്മി അങ്ങനെ വലിയ ഇന്റർവ്യൂലൊന്നും പങ്കെടുക്കാത്ത ആളാണ്, അധികമൊന്നും കണ്ടിട്ടൊന്നുമില്ല. നിമ്മിയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് നിമ്മിയെ കൊണ്ട് എനിക്ക് സാരില്ല. കുറേ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാറൊന്നുമില്ല. കാരണം ഒരു സിനിമാ നടൻ്റെ ഒരു പരിധി നിലയ്ക്ക് ഇപ്പോഴും ഒരു ഭാര്യയ്ക്ക് നഷ്ടപ്പെടുന്ന ചില സ്വകാര്യ സ്വത്താണ്. അതായത് എന്താ പറയുക, പുരുഷൻ ഇങ്ങനെ ഷൂട്ടിങ്ങിനായിട്ട് നടക്കുക, വല്ലപ്പോഴും ഒരിക്കൽ വരിക. എന്നാലും ഞാൻ കുറേ ദൂരങ്ങൾ ഓടിയെത്തും. ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഈ മോളുടെ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വെക്കേഷനിൽ ഞങ്ങളൊരു ടൂറൊക്കെ അറേഞ്ച് ചെയ്യുക. പളനി, വേളാങ്കണ്ണി, മധുര, അങ്ങനെയൊക്കെ പോകാൻ വല്ലപ്പോഴും പറ്റുള്ളൂ. പിന്നെ എനിക്കുള്ള സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഭാര്യയും കിട്ടി, എന്നെ സ്നേഹിക്കുന്ന ഒരു സുന്ദരി മോളെയും കിട്ടി. പിന്നെ എനിക്ക് നല്ല ശാപ്പാട്, നല്ല കൈപ്പുണ്യമുള്ള ഭാര്യയാണ്. പിന്നെ ഇവരൊക്കെ ഇവിടെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ മകള് ജനിച്ച ശേഷമാണ് എനിക്കൊരു നല്ലൊരു കാലം പറഞ്ഞത്. എന്നൊക്കെ നിമ്മി പറയും. നീ പഠിച്ച സ്ഥലം പറയും. ഞാൻ പഠിച്ചത് ചാലക്കുടി നിർമ്മല കോളേജിലാണ്. ഏതുവരെ പഠിച്ചു? ബികോം ബിലോ കോമേഴ്സ്. നിന്റെ ഇപ്പൊ സിനിമ എനിക്കിപ്പോ ഈ 2 പടം എന്റെ പായമ്പൂരിൽ ഇറങ്ങി, എബ്രാഹിം ലിങ്കിന് ഇറങ്ങി. പക്ഷെ 2 കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. കാരണം ഈ തിരക്കോട് തിരക്കെന്ന് പറഞ്ഞ മാതിരി അല്ലടാ. അപ്പൊ പാട്ട് കണ്ടില്ലടാ സിനിമയുടെ? ഏത് പാട്ടാണ്ട്? പിന്നെ രണ്ടും കണ്ടു. ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ അയമ്പലും എബ്രാഹിം ലിങ്കനൊക്കെ ഇറങ്ങി അല്ലെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്ന സീനൊക്കെ കണ്ട് ഭയങ്കര ഒട്ടക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തിനാ അങ്ങനെയൊക്കെ അഭിനയിക്കണത്? ഞാൻ പറഞ്ഞു മോളെ, ഇത് ഇപ്പൊ കിട്ടുന്ന അവസര, ഇനി ഇത് കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊന്നും കിട്ടിയത് വരില്ല. ഞാൻ പറഞ്ഞത് 40-45 വയസ്സായ 40 വയസ്സൊക്കെ കഴിഞ്ഞ തന്നെ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും, ഞാൻ എവിടെയും പോയില്ല എന്ന് പറഞ്ഞു. അങ്ങനൊരു വാഗ്ദാനത്തിന്റെ പുറത്താണ് ഇങ്ങനെ പോകണം.